തന്നെ ഞാൻ എത്ര സമയം എന്നറിയാൻ അന്വേഷിക്കുന്നേ? നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? യുയാ, ഞാൻ നിന്നോട് ഈ സംസാരിക്കുന്നേ. നീ ഇതാ ഇങ്ങോട്ടേ പോണേ? യുയാ, അതെ, എനിക്കിപ്പോ കുറച്ച് ജോലിയുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം. യുയാ, സത്യത്തിൽ ഒരു പ്രശ്നം എന്താ? എന്നോട് ഇതിനു മുമ്പൊന്നും ഇല്ലാത്തൊരു ബിഹേവിയർ ആണ് ഇപ്പൊ പറ്റുന്നത്. ഇവനെന്താ ഇങ്ങനെ? ഇവളെ ഞാൻ യുയാങ്ങിന്റെ പിന്നാലെ പറഞ്ഞയച്ചല്ലേ. ഇനി ചെക്കനെങ്ങാനും ഇവിടെ പ്രപ്പോസ് ചെയ്തിട്ട് ഇവിടെ നോ പറഞ്ഞു കാണും. അതൊരു ചാൻസ് ഇല്ല. നേരെ പോയി ചോദിക്കാം. ജിയ, അവനെവിടെ? ജിയ, എനിക്കറിയില്ലല്ലേ അവൻ എന്താ എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന്. ഇതിന് മുൻപ് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അവനെന്താ പെട്ടെന്ന് ഇങ്ങനെ? എനിക്ക് അവന് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. ഇവള് എടി മരം ഊളെ, ഇതിനാണ് ഈ പ്രേമം എന്ന് പറയുന്നത്. പൊസസീവ്. എന്റെ പിന്നെ ഇതൊക്കെ ഞാൻ ആരോടെ പറയണത്? ജിയ, നീ ഇനി അതോർത്ത് വെറിയിടാകണ്ട. യുയാങ്ങിന്റെ മനസ്സിൽ എന്താണെന്ന് ഞാൻ തന്നെ അവനോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ട് നിന്നോട് പറഞ്ഞോളാ പോരെ? ഇനിയെങ്കിലും എന്റെ പ്രിൻസസ് ഒന്ന് ചിരിച്ച് സ്മൈൽ പ്ലീസ്. അതിന് പ്രേമം എന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ വിട്, വാ നമുക്ക് പോകാം. യുയാങ്, യുയാങ്, നീ ഇന്ന് ഫ്രീ ആണോ? ഫ്രീ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിട്ട് വേണം ട്യൂഷൻ എടുക്കാൻ പോകാൻ. എന്താ പെട്ടെന്ന്? അത് ഗിറ്റാർ ട്യൂഷൻ അല്ലേ? അതിപ്പോ കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം നീ എന്നെ ചാനൽ വന്ന് പിക്ക് ചെയ്യോ? നമുക്ക് ഒരുമിച്ച് വീട്ടിലോട്ട് പോവാം. എന്ത് പറയുന്നു? അത് കുറച്ച് ലേറ്റ് ആകും. കുഴപ്പമില്ല, ഞാൻ നിന്നെ പിക്ക് ചെയ്യാം. താങ്ക് യു മാം. അപ്പൊ മറക്കണ്ട, നീ എന്നെ പിക്ക് ചെയ്യാൻ വരുന്നു. നമുക്ക് ഒരുമിച്ച് വരില്ലോട്ടോ. ഓക്കെ, ഒരു വിധത്തെ സമ്മതിച്ചു. ഇനി അവന്റെ ഉള്ളിൽ ജിയൻ എന്താണ് സംതിങ് അതുകൊണ്ടിരിക്കണം. എല്ലാവരും വേഗം വാ, ഹോട്ട് ന്യൂസ് എത്തിയിട്ടുണ്ട്. വേഗം വാ, വന്നേ എല്ലാരും വാ, വേഗം. ഫസ്റ്റ് ഡേ തന്നെ എന്തൊക്കെയാ ഓഫീസിൽ സംഭവിച്ചത്? എന്തെങ്കിലും ഗോസിപ്പ് കിട്ടിയോ? ഫസ്റ്റ് ഡേയോ? ആരുടെ ഫസ്റ്റ് ഡേ? വൈ നീ എന്ത് ഉദ്ദേശിക്കുന്നേ? എടി ലക്കി, നമ്മുടെ ഇന്റർനാഷണൽ പ്ലേ ബോയ് അവിടെ ലാൻഡ് ആയിട്ടുണ്ടല്ലോ. സോ ഇന്ന് വല്ല ഗോസിപ്പും എന്തെങ്കിലും കിട്ടാതിരിക്കില്ലല്ലോ. എന്തെങ്കിലും കിട്ടിയോ? അത് ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ, ഫസ്റ്റ് ഡേ തന്നെ. അതെ, അതിന് ഒരു ഹോപ്പും വെക്കണ്ടെന്ന്. മര്യാദക്ക് ഈ ആർട്ടിക്കിൾ തന്നെ പബ്ലിഷ് ചെയ്യാൻ നോക്ക്. ഓക്കെ ലുഹാൻ, ആ ലക്കിയോട് എന്റെ ക്യാബിനിലേക്ക് വരാൻ പറ, പെട്ടെന്ന് വേണം. അതിന് അവൾ എപ്പോഴേ പോയല്ലോ, അവളിവിടെ ഇല്ല. വാട്ട്? അവൾ പോയെന്നോ? എങ്ങോട്ടേക്ക്? ആരോട് ചോദിച്ചിട്ട് അവള് പോയത്? എനിക്കറിയില്ല. അവളെ ഇന്ന് നേരത്തെ കമ്പനിയിൽ നിന്നും പോവാറുണ്ട്. ഇവിടെയുള്ള സ്റ്റാഫ്സ് ഒക്കെ പറയുന്നത് കേട്ടതാണ് കേട്ടോ. അവൾക്ക് ഇവിടെ അല്ലാതെ വേറെ എവിടെയൊക്കെയോ ജോലികളുണ്ട് അത്ര. അതാണ് നേരത്തെ പോകുന്നതെന്നാണ് പറഞ്ഞത്. വെയിറ്റ്, ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? നീ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയുള്ള സ്റ്റാഫ്സ് പറയുന്നത് കേട്ടതാ, അല്ലാതെ എനിക്ക് കൂടുതലൊന്നും അതിനെ പറ്റി അറിയില്ല. ഓക്കെ ഡൻ. പക്ഷെ നീ എന്തിനാ അതൊക്കെ അറിയാൻ പോയെന്നാ എനിക്ക് മനസ്സിലാകുന്നത്. എത്ര നേരം വെച്ചിട്ടാടാ ഇതിന്റെ അകത്ത് തന്നെ ഒരേ ഇരിപ്പിരിക്കുക? മടുപ്പില്ലേ? നീ ഈ ഫയൽസ് നോക്കുന്നിടക്ക് ഞാനൊന്ന് പുറത്തിറങ്ങി നടന്നു. നേരത്തെ അങ്ങനെ ഒന്ന് കറങ്ങാൻ പോയപ്പോ ഞാൻ ലക്കി ഒന്ന് പരിചയപ്പെട്ടിരുന്നു. അപ്പൊ ആ പരിചയം ഒന്നും കൂടി പുതുക്കാമെന്ന് കരുതി ഞാൻ അവളുടെ സീറ്റിലേക്ക് ഒന്ന് പോയി നോക്കിയിരുന്നു. അപ്പൊ അവളുടെ സ്റ്റാഫ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെ, അവള് നേരത്തെ പോകുമെന്നും എവിടേക്ക് ജോബ് ഉണ്ടൊക്കെയെന്ന് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. അല്ലാതെ വേറെ ഒന്നും എനിക്കറിയില്ല. വെയിറ്റ്, സാധാരണ നിനക്ക് ഈ വക പരിചയപ്പെടലൊന്നും ഇല്ലാത്തതാണല്ലോ. പിന്നെന്താടാ പെട്ടെന്ന് ഇവളുടെ കാര്യം വന്നപ്പോ ഒരു പരിചയപ്പെടൽ? മറ്റൊരാളെയും കാണിക്കാത്ത ഇൻട്രസ്റ്റ് ആണല്ലോ നീ അവളുടെ കാര്യത്തിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാടാ ഞാൻ അവളെ പോയി പരിചയപ്പെട്ടത്. പോരാത്തതിന് വളരെ തന്ത്രപരമായി നിനക്കിട്ട് നല്ലോണം ഊതിയിട്ടല്ലേ അവൾ ഇവിടുന്ന് പോയത്. അപ്പൊ എങ്ങനെയാടാ അവളെ ഞാൻ പരിചയപ്പെടാതിരിക്കുക?
നീ ബോഹയുടെ കൂടെ പോയിക്കോ. ഞാൻ യുയാങ്ങിന്റെ കൂടെ വരാം. ഓക്കെ? ഓക്കെ. അധികം ലൈറ്റ് ആകരുത്. പെട്ടെന്ന് വരാൻ നോക്കണേ. ഓക്കെ, ഞങ്ങൾ എന്താ പോകുന്നു. ലക്കി, നിനക്ക് അവരുടെ കൂടെ പോയാ പോരെ? എന്നെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? അവരെ കൂടെ പോയാ എനിക്ക് നിന്നോടൊന്നും ചോദിച്ചറിയാൻ പറ്റില്ലല്ലോ. സോ വാ, നമുക്ക് നടക്കാം. ചോദിച്ചറിയാനോ? വാട്ട് യു മീൻ? എന്ത് ചോദിച്ചറിയാൻ? നീ എന്താ ഉദ്ദേശിക്കുന്ന ലക്കി? അതെ, ഞാൻ നിന്നോട് ചോദിക്കാം. പക്ഷെ നീ സത്യം മാത്രം എന്നോട് പറയണം. ആരെ നീ വാക്ക സത്യം മാത്രമേ പറയുന്നു. എന്നാ ഞാൻ ചോദിക്കാം. ഓക്കെ, പ്രോമിസ്. അല്ല, നിനക്ക് എന്താ അറിയേണ്ടത്? ചോദിക്കാം. ഇന്ന് ജിയെ കണ്ട മുതൽ നിന്റെ മുഖത്തൊരു വല്ലാത്ത തെളിച്ചായിരുന്നു. എന്നാ അവൾ ലിയോണിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും നിന്റെ മുഖം അപ്പാടെ വാടിപ്പോവുകയും ചെയ്തു. എന്താ ഇതിനൊക്കെ അർത്ഥം? ഇതിനുള്ള ഒരു റിപ്ലൈ ഞാൻ നിനക്ക് പിന്നീട് തന്നാ മതിയോ? അതും നല്ല ഗ്രാൻഡ് ആയിട്ട്. എന്തു പറയുന്നു? അതൊക്കെ ഓക്കെ. പക്ഷെ നീ ഇന്ന് കാണിച്ച പോലെ ഇനിയും ജിയോയോട് ഒരിക്കലും അകൽച്ച കാണിക്കരുത്. നാളെ തന്നെ അവളോട് നല്ല പോലെ മിണ്ടിയേക്കണം. അതൊക്കെയാണോ? ഓക്കെ ലക്കി, ഇനി ഞാൻ അവളുടെ അകൽച്ച കാണിക്കില്ല. ഓക്കെ, ഞാൻ മിണ്ടിക്കോളാം. ലീ, അത് ലക്കിയല്ലേടാ? നോക്കിക്കേ, അത് അവിടെ തന്നെയല്ലേ? അതെ, അവളത് അവിടെ തന്നെയാണ്. കൂടെയുള്ളത് ആരാ? നിനക്ക് അവനെ അറിയില്ലേ? ആ കമ്പനിയിലുള്ള തന്നെയാ യുയാങ്. ഡാഡി പറഞ്ഞിരുന്നില്ലേ? അവൻ തന്നെ. അപ്പൊ കമ്പനിയിലുള്ള മുതല തന്നെയാണല്ലേ? ഇതിനു വേണ്ടിയാണോ അവള് നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നത്? എന്തായാലും വേണ്ടില്ല, നിന്റെ കാര്യത്തിൽ നാളെ ഒരു തീരുമാനം ഞാൻ ഉണ്ടാക്കിയിരിക്കും. കണ്ടോ? എന്താടാ നിനക്കൊരു ഭാഗമാറ്റം? എന്തേ, നിനക്ക് അവളോട് വല്ല ഇൻട്രസ്റ്റ് ഉണ്ടോ? സംതിങ്. വാട്ട് ഇൻട്രസ്റ്റോ? ആരോട്? എന്ത്? നീ എന്തീ പറയണേ? ലക്കിയോട്. വേറെ ആരോടാ? അല്ല, അവളുടെ കാര്യത്തിൽ വരുമ്പോ നിന്റെ ഈ ഭാവമാറ്റവും സ്വഭാവത്തിൽ വരുന്ന രീതിയും അതൊക്കെ കൊണ്ട് ചോദിച്ചതാ. വല്ല ഇൻട്രസ്റ്റും? നീ എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നേ? എനിക്ക് അവളോട് ഇൻട്രസ്റ്റോ? നോ വേ. അവൾ എനിക്ക് പറ്റിയ ടൈപ്പേ അല്ല. അതുകൊണ്ട് നീ വിചാരിക്കുന്ന പോലെ ഒരു ഇൻട്രസ്റ്റും എനിക്ക് അവളോടില്ല. ഉറപ്പാണോ? നിനക്ക് അവളോട് ഒന്നുമില്ലേ? 100% ഉറപ്പാ. എന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ടൈപ്പ് ഗേൾസ് ഒന്നല്ല ഉള്ളത്. ഞാൻ നിനക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവര് ഇവള് തമ്മിൽ 1000 ഡിഫറൻസ് ഉണ്ട്. ഷീസ് നോട്ട് മൈ ടൈപ്പ് ബഡി. സോ ഇതിനെ പറ്റി ഇനി എന്നോട് ചോദിക്കരുത്. എന്ത് കോമഡി ഓർത്തിട്ടാണ് നീ ഇപ്പൊ ചിരിക്കുന്നേ? രാവിലെ ലക്കിയുടെ വായിൽ നിന്നും കേട്ട തെറി ഓർത്തിട്ടാണോ? പിന്നെ പറ്റിയതാണല്ലോ ചിരിക്കാൻ. ഒന്ന് പോടാ. പക്ഷെ തെറി വിളിച്ചിട്ട് ഞാൻ അത് ഓർത്ത് ചിരിക്കാൻ എനിക്കെന്താ വട്ടോ? നീയും യുയാങ്ങും തമ്മിൽ എന്താടി ബന്ധം? സത്യം പറഞ്ഞു, എന്താടി? ലക്കി, ഞങ്ങൾ നിന്നോട് ഈ ചോദിക്കുന്നേ, നീ യുയാങ്ങും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. നീ ഇന്ന് അവന്റെ കൂടെ തനിച്ച് എന്തിനാ കറങ്ങാൻ പോയേ? ഞങ്ങൾക്ക് അതറിയണം. സോ പറ, എന്താ നിങ്ങൾ തമ്മിൽ ബന്ധം? അതാണോ? അത് പറയാൻ മാത്രമൊന്നുമില്ല അല്ലേ ജിയ? നീ അപ്പോ യുയാങ്ങിനോട് സംസാരിച്ചോ ലക്കി? അവൻ എന്താ പറഞ്ഞേ? യുയാങ്ങിനോട് എന്ത് സംസാരിക്കാം? നിങ്ങൾ തമ്മിൽ എന്താ സംഭവം? ജിയ, നിന്നോട് ലിയോട് അങ്ങനെയൊക്കെ പെരുമാറിയപ്പോ അവന്റെ അടുത്ത ഗേൾഫ്രണ്ട് ഇനി നീ എങ്ങാനാവോ പെണ്ണെ? പോത്തെ, നിന്നോട് ഞാൻ പറഞ്ഞ കാര്യം അത് മാത്രമല്ലല്ലോ, യുയാങ്ങിന്റെ കൂടെയല്ലേ? എന്നിട്ട് നീ എന്താടിക്കോപ്പ നീ കുറിച്ച് ചാടി ചോദിക്കുന്നേ? ജിയ, യുയാങ് നമ്മുടെ ഫ്രണ്ട് അല്ലേ? അവന്റെ മാറ്റം നമുക്ക് എപ്പോ വേണമെങ്കിലും കണ്ടുപിടിക്കാലോ. പക്ഷെ നമ്മുടെ പ്ലേബോയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. അപ്പോ അവരെ കുറിച്ച് അറിയാനല്ലേ ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കും. അങ്ങനെ പോവില്ല, നീ പോകല്ലേടി, നിക്ക്. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്ത് കാര്യങ്ങൾ? എന്താ?
നീ ഓഫീസിൽ നിന്ന് പോയതിനു ശേഷം അവിടെയുള്ള സ്റ്റാഫ് പറയുന്നത് ഞാൻ കേട്ടു. നിന്നെ ലിയോണ് ക്യാബിനിലേക്ക് വിളിച്ചിരുന്നു എന്ന്. അവരൊക്കെ എന്നോട് ചോദിക്കുക എന്തിനാ വിളിപ്പിച്ചേ, എന്താ കാര്യം എന്നൊക്കെ. അവരത് എന്നോട് വന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പോലും അതിനെപ്പറ്റി അറിയുന്നത്. എപ്പോഴാടി അങ്ങനെ ഒരു സംഭവം നടന്നത്? നിന്നെ എന്തിനാ ലിയോണ് വിളിച്ചത്? ഓ, അത് ആ കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി. ശരി, ഞാൻ നിനക്ക് മുഴുവനായിട്ട് പറഞ്ഞുതരാം. എനിക്ക് വയ്യ. നീ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവില്ല. സോറി ആകുമെന്ന് കരുതി അവൻ നിന്റെ മുന്നിൽ ഒരു പൊട്ടനെ പോലെ ആ നല്ലൊരു സീനറിയാകും മിസ്സായി. അത് പറഞ്ഞു പോടാ ലക്കി. എനിക്ക് ഇപ്പൊ നല്ല പ്രതീക്ഷയുണ്ട്. നീ കാരണം ലിയോണിന്റെ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് നമുക്ക് കിട്ടുമെന്ന്. നിന്റെ കണ്ണ് അവനിൽ എപ്പോഴും ഉണ്ടാകണം, മറക്കണ്ട ലക്കി. ഓക്കെ ലക്കി, യുയാങ് എന്താ നിന്നോട് പറഞ്ഞത്? നീ അത് പറഞ്ഞില്ല. അവരെന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്തായാലും ഇന്ന് നടന്ന പോലെ ഇനി ഒരിക്കലും നിന്നോട് മിണ്ടാതെ പോയില്ലെന്ന് പ്രോമിസ് ചെയ്തു. സോ ഇനി ആ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് നീ അത് ഓർത്ത് വെറിയിടാവണ്ട. ലക്കി തന്റെ ചെയർമാൻ ക്യാബിനിലേക്ക് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് പോകാൻ പറഞ്ഞു. എന്റെ ഭഗവാനി, ഇനി എന്ത് കുരിശനാണോ ആ കോപ്പിന്നെ അങ്ങോട്ടേക്ക് വിളിക്കുന്നത്? ഇനി എന്തിനും എന്തായാലും സോറി പറഞ്ഞില്ലേ, പോയി നോക്കിയൊക്കെ എന്താണാവോ എന്തോ. May I come in, sir? Oh, yeah. Come in. Lucky. That's your name, right? Okay, well. ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് തന്നെ വിളിപ്പിച്ചത് തന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയിക്കാനാണ്. ഇത്രയും മുഖവായിട്ട് പറയാൻ ഇവന് ഇതിന് മാത്രം എന്ത് തേങ്ങയാണോ പറയാനോ കോപ്പ്? ഇനി എനിക്കിട്ട വല്ല പാരിയാകോ? പറയാൻ പറ്റില്ല. ചിലപ്പോ അങ്ങനെയാകും. ഇതല്ലേ മുതല്. എന്താ നോക്ക. എന്റെ നേരത്തെ സോറി പറച്ചിലുണ്ടല്ലോ, അതെന്നെ അങ്ങ് വല്ലാതെ ടച്ച് ചെയ്തു. എനിക്കെന്തോ അതൊക്കെ കേട്ടപ്പോ മുതല് തന്നെ കരയിപ്പിച്ചത് അങ്ങനെയൊക്കെ പറയിപ്പിച്ചതുകൊണ്ട് ഒരു മനസ്സമാധാനം എനിക്ക് കിട്ടുന്നില്ല. എനിക്കെന്തോ തന്റെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഒരു ഗിൽറ്റ്നെസ് ഫീലാ. അത് എന്നിൽ നിന്ന് മാറാൻ വേണ്ടി ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഐ ഹോപ്പ് തനിക്ക് എന്തായാലും ഇത് ഇഷ്ടാകും. ഞാൻ തനിക്കൊരു പ്രൊമോഷൻ തരാൻ പോകുക, എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട്. തനിക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറിക്കാൾ ഡബിൾ അതിൽ കിട്ടും. ഹാപ്പി ആയില്ലേ? എന്ത് പറയുന്നു മിസ് ലക്കി? പേഴ്സണൽ അസിസ്റ്റന്റോ? നോ സർ, ഞാൻ ഒരിക്കലും ഒരു നല്ല അസിസ്റ്റന്റ് ആയിരിക്കില്ല. എനിക്കിതിന് മുൻപ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് യാതൊരു എക്സ്പീരിയൻസും ഇല്ല. സോ സർ, എനിക്ക് ഓഫർ വേണ്ട. സാർ എന്റെ മാപ്പ് സ്വീകരിച്ചല്ലോ, അത് തന്നെ ധാരാളം. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ. താനൊരു നല്ല അസിസ്റ്റന്റ് ആയിരിക്കില്ലെന്ന് താൻ തന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് എനിക്കും കൂടി തോന്നണ്ടേ? അതിനുവേണ്ടിയാണ് ഞാൻ തനിക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു ഓഫർ വന്നത്. താനൊരു നല്ല അസിസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുക. അതിന് തനിക്ക് എന്തായാലും പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എനിക്ക് വേണ്ടി ഒരു അസിസ്റ്റന്റിനെ നിയമിക്കണം എന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് തന്റെ മുഖമാണ്. അതും എന്നോട് ഇന്നലെ പറഞ്ഞ സോറി അതായിരുന്നു എന്റെ മനസ്സിലേക്ക് വന്നത്. അപ്പൊ എനിക്ക് തോന്നി എന്തുകൊണ്ടും താനായിരിക്കും എന്റെ അസിസ്റ്റന്റ് ആകാനുള്ള യോഗ്യതയുള്ള കുട്ടി. സോ അങ്കിളിനോട് ഞാൻ സജഷൻ പറഞ്ഞപ്പോ മൂപ്പർക്ക് അതൊരു നല്ല തീരുമാനമായിട്ടാണ് തോന്നിയത്. അതാകുമ്പോ എനിക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള അസിസ്റ്റന്റ് ആയിരിക്കും എന്ന് അങ്കിളും പറഞ്ഞു. സോ ഇന്നു മുതൽ എന്റെ ന്യൂ പേഴ്സണൽ അസിസ്റ്റന്റ് അത് താനായിരിക്കും. 24 hours ഞാൻ എവിടെ എപ്പോ എങ്ങനെ വിളിച്ചാലും എന്റെ കൂടെ ഉണ്ടായിരിക്കണം. അതിപ്പോ ഏത് പാതിരാത്രി ആയാലും ഞാൻ ഏൽപ്പിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ കൃത്യമായിട്ട് ചെയ്യണം. സാലറി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡബിൾ ആണ്. എന്നാ പിന്നെ ഇന്ന് തന്നെ താൻ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് തുടങ്ങാൻ പോകുമല്ലേ? വേഗം ചെല്ല്. എല്ലാ സ്റ്റാഫിനോടും ക്യാബിൻ മുന്നിലേക്ക് വന്ന് നിൽക്കാൻ പറ. അവരോടൊക്കെ നമുക്ക് ഈ സന്തോഷ വാർത്ത അനൗൺസ് ചെയ്യാം. വേഗം. വാട്ട് ദ ഹെൽ? അവള് നിന്റെ പേഴ്സണൽ അസിസ്റ്റന്റോ? ഇങ്ങനെ ഒരു പ്ലാനിനെ കുറിച്ച് നീ എന്നോട് പറഞ്ഞില്ലല്ലോ. ബൈ ദ വൈ, ഡാഡ് എപ്പോഴാ നിന്നോട് അസിസ്റ്റന്റിനെ കുറിച്ച് പറഞ്ഞത്? ഡാഡി വിളിച്ചപ്പോ പോലും സംസാരിച്ചത് ഞാനല്ലേ? സത്യം പറ, എന്താ നിന്റെ മനസ്സില്? അല്ല, എന്നെ നോക്കി നോൺ സ്റ്റോപ്പ് ആയിട്ട് തെറി വിളിച്ചിട്ട് ഇറങ്ങിപ്പോയവളല്ലേ അവളെ അങ്ങനെ വെറുതെ വിട്ടാ അത് എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ചെയ്താ അവള് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. സോ ഇനി ഒരിക്കലും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ എന്റെ അസിസ്റ്റന്റ് ആയിട്ട് നിയമിച്ചത്. പിന്നെ ഓഫീസ് ടൈം കഴിയുന്നതിന് മുൻപ് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയത് എന്തിനായിരുന്നു എന്ന് നമ്മളെ രണ്ടുപേരും കണ്ടതല്ലേ. അതിനവള് ഇനി അത് അവള് ചെയ്യാൻ പാടില്ല. ഇനി ഡ്യൂട്ടി ടൈം കഴിയാതെ അവൾ ഈ ഓഫീസിൽ നിന്ന് വിട്ടു പോകാനും പാടില്ല. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ എന്റെ ദേഷ്യം തീർക്കാൻ പറ്റും. വെയിറ്റ് ഐ ഹാവ് ഡൗട്ട്. ഇതിനു മുൻപ് പല പെൺപിള്ളേരും നിന്നെ കണ്ണു പൊട്ടുന്ന തെറി അത് നമുക്കറിയുന്ന ഭാഷയിൽ വിളിച്ചിട്ടുണ്ട്. അതൊന്നും നീ കേട്ടില്ല നടിക്കലാണ് പതിവ്.
നെവർ മൈൻഡ്. ഓക്കെ, പക്ഷെ നീ ഇപ്പോ ഇതിന്റെ പേരും പറഞ്ഞ് അവള് നിന്റെ അസിസ്റ്റന്റ് ആക്കുന്നു. മോനെ ലീ, എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. സത്യം പറയടോ, അല്ല ഇനി എനിക്ക് തോന്നുന്നതാണോ അതോ കാര്യമായിട്ട് സംതിങ്? നീ പറഞ്ഞത് ശരിയാണ് ലോഹാൻ. ഇതിനു മുൻപ് ഒരുപാട് ഗേൾസിന്റെ തെറി വിളിച്ചിട്ടുണ്ട്. അതൊക്കെ എന്റെ ബിഹേവിയർ കൊണ്ട് ഞാൻ ചോദിച്ചു വാങ്ങിയതാ. പക്ഷേ ഇവളെ കാര്യം അങ്ങനെയല്ല. അതുമല്ല, ഇവള് മറ്റാരേക്കാൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവൾ എന്റെ നോട്ടപ്പുള്ളിയായിട്ടാണ് കൂടെ തന്നെ ഉണ്ടാകും. നിങ്ങളെ എല്ലാവരെയും ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ ഒരു കാരണമുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയണം. ഇതാരാണെന്ന് ഞാൻ നിങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ കൂടെ 5 വർഷമായി വർക്ക് ചെയ്യുന്ന ആളാണ് ലക്കി. ഇന്നു മുതൽ ലക്കി എന്റെ പേഴ്സണൽ അസിസ്റ്റന്റായി കൂടി വർക്ക് ചെയ്യാൻ പോവുകയാണ്. ഞാൻ അവൾക്ക് എന്റെ അസിസ്റ്റന്റ് ആയിട്ട് പ്രൊമോഷൻ നൽകി. ഇക്കാര്യം നിങ്ങൾ എല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചു വരുത്തിയത്. ഇനി എല്ലാവർക്കും അവരുടെ സീറ്റിൽ ചെന്നിരുന്നു അവരുടെ വർക്ക് ചെയ്യാം. ഞാൻ ഈ കേട്ടത് സത്യമാണോ ലക്കി? നീ ഇനി മുതൽ ലിയോണിന്റെ പിയാണോ? ലിയോണ് നിന്നെ പിടിച്ച് പിയാക്കിയതിന് എന്തിനാണ് എന്നെ നുള്ളി ഇറച്ചി എടുക്കണത്? എന്റെ കൈ അടക്കാൻ പറ്റുന്നില്ല. ഇന്നലെ അവൻ കണ്ണു പൊട്ടുന്ന തെറി പറഞ്ഞിട്ട് ഇന്നിപ്പോ അവന്റെ പിയായിട്ട് അവന്റെ കൂടെ തന്നെ പോകാൻ പോവാൻ. എന്റെ അമ്മ, എനിക്കിതൊന്നും കാണാൻ വയ്യേ. കോപ്പ് മനുഷ്യനോട് പെട്ടു കിടക്കുന്നതിന് നിന്റെ എങ്ങനെ സാധിക്കുന്നു ജിയ? അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഒരു സുവർണാവസരം നിനക്ക് വീട് കിട്ടില്ലല്ലോ. മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കും മോളെ. ലിയോണ് അടിപൊളിയാണ്. നീ ഒരു കലക്ക് കലക്കും. ജിയ, എനിക്ക് നിന്റെ പറച്ചിൽ കേട്ടിട്ട് നന്നായിട്ട് കേറി വരുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം വേണ്ടെങ്കിലോ? അവനെ കൂടെ ചെലവഴിക്കുന്ന കുറച്ച് സമയം തന്നെ എനിക്ക് മടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഫുൾ ടൈം അവന്റെ പിറകെ തന്നെ നടക്കാൻ പോകുന്നു. അതൊക്കെ എനിക്ക് നിന്നെ പോലെയുള്ള ആരാധിക്കുന്ന പെൺപിള്ളേർക്ക് വൈവയെ പോലെയുള്ള ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിനൊന്നും എന്നെ കിട്ടില്ല. കോപ്പ്. എങ്കിൽ പിന്നെ നീ ഈ പ്രൊമോഷൻ വേണ്ടെന്ന് ലിയോണിനോട് പറഞ്ഞൂടെ? എന്നാ പിന്നെ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ എങ്ങനെ പറയൂ? അവന് എം ഡിയോട് പറഞ്ഞിട്ടാണ് എന്നെ അവന്റെ അസിസ്റ്റന്റ് ആക്കിയത്. ഒരിക്കൽ അവൻ കാരണം എം ഡിയുടെ മുന്നിൽ ഞാൻ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വന്നതാണ്. ഇനിയിപ്പോ ഈ പ്രൊമോഷന് വേണ്ടെന്ന് പറഞ്ഞാൽ എം ഡി എന്നെ കുറിച്ച് എന്താ കരുതാ? ഞാനിപ്പോ ഇൻഡീസന്റ് ആയി പെരുമാറാൻ തുടങ്ങി എന്നല്ലേ കരുതൂ. അതുകൊണ്ട് എനിക്ക് അവന്റെ അസിസ്റ്റന്റ് ആകണ്ട എന്ന് പറയാനും തോന്നുന്നില്ല. എന്നിൽ അത്രത്തോളം വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ എം ഡി എന്നെ അവന്റെ അസിസ്റ്റന്റ് ആക്കാൻ സമ്മതിച്ചത്. അപ്പൊ ഞാൻ എങ്ങനെ നോ പറയും? എനിക്കറിയില്ല. ലക്കി, നീ ഒരു ചെറിയ കാര്യത്തിന് ഇങ്ങനെ തന്നെ ആയാലോ? നിനക്കെന്താ ലിയോണിന്റെ പേടിയാണോ? പേടിയോ? ആരെ? ആ ലിയോണിനെയോ? അവനെയൊക്കെ എന്റെ പട്ടി പേടിക്കും. പിന്നെ എന്താടി നിന്റെ പ്രശ്നം? അവനെ കളിക്കാൻ നിന്നെ കൊണ്ട് പറ്റും, അത് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ഒന്നുമില്ലെങ്കിലും ഇന്നലെ അവന്റെ മുഖത്ത് നോക്കി തേറി പറഞ്ഞ ആളല്ലേ നീ. നിന്നെ കൊണ്ട് അവന്റെ ഒരു നല്ല അസിസ്റ്റന്റ് ആകാനും സാധിക്കും. ഇനി അവൻ വീണ്ടും വല്ല പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ നീ നിന്റെ ഭാഷ 4-5 സോറി അങ്ങ് പറഞ്ഞേക്ക്. അതോടെ നിനക്ക് സമാധാനം കിട്ടും. പിന്നെ എന്താ? ലക്കി, അവളെ ആരെയും വിളിക്കുന്നത് അറിയോ? ആ കോള് വന്നപ്പോ അവളെ മുഖം പെട്ടെന്ന് വാടിയ പോലെ എനിക്കും തോന്നി. ഞാൻ ചോദിച്ചൊക്കെ ആർക്കറിയാം. എന്നാ രണ്ടുപേർക്ക് ഇവിടെ നിന്നിട്ട് പണി? ഹലോ മിസ്റ്റർ ലിയോൺ. ഹായ്, താനല്ലേ യുഎം ഡിപ്പാർട്ട്മെന്റ് ഹെഡ്? തന്നെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, കണ്ടറിഞ്ഞിട്ടുമുണ്ട്. നമുക്ക് പിന്നീട് നല്ല വിശദമായിട്ട് പരിചയപ്പെടണം. ഇപ്പൊ പോയി താൻ തന്റെ ജോലി വെക്ക്. ലൈക്ക് താൻ എന്റെ കൂടെ വാ. എന്തിനാ സർ എന്നെ വിളിച്ചത്? താൻ എവിടെയോ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, ശരിയാണോ? ഇവരെന്തിനിപ്പോ ഇതൊക്കെ അന്വേഷിക്കണേ? ഇനി അടുത്തെന്തോ പണി തരണായിരിക്കും. തൽക്കാലത്തേക്ക് താൻ ആ ജോബ് ചെയ്യുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ
ഓഫീസ് ടൈം കഴിയാതെ താൻ ഇവിടുന്ന് എങ്ങോട്ടേക്കും പോകാൻ പാടില്ല എന്നർത്ഥം. അതെങ്ങനെ ശരിയാകും? ഞാൻ ആ ജോബിൽ 5 വർഷമായിട്ട് പോകുന്നുണ്ട്. ഈ കാര്യം ചെയർമാന് MD-ക്ക് എല്ലാവർക്കും അറിയാം. അവരുടെയൊക്കെ പെർമിഷനോടെയാണ് ഞാൻ ഈ ജോബിന് ഇവിടുന്ന് നേരത്തെ പോകുന്നത്. ഞാനൊരു പാർട്ട് ടൈം ജോബ് ചെയ്യുന്നുണ്ടെന്ന് കരുതി ഇവിടുത്തെ എന്റെ ജോലിയിൽ ഞാൻ ഒരു മുടക്കവും വരുത്തുന്നില്ല. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ആ ജോബിൽ പോയിക്കൂടാ? നൗ ഐ ആം യുവർ ബോസ്. ഞാൻ ഇവിടെ പറയുന്നതാണ് താൻ അനുസരിക്കേണ്ടത്. ഇല്ലെങ്കിൽ അനുസരിപ്പിക്കാൻ എനിക്കറിയാം. ഇത്രയൊക്കെ താൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയുന്നത് ഒന്നുകൂടി കേട്ടോ. ഓഫീസ് ടൈം കഴിയുന്നത് വരെ തനിക്ക് ഇനി ഇവിടുന്ന് എങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. അത്രയ്ക്ക് വലിയ അർജന്റ് മാറ്റർ ആണെങ്കിൽ അത് എന്നെ അറിയിച്ച് ശേഷം എനിക്ക് പറയണമെന്ന് തോന്നിയാലേ ഞാൻ ഇവിടെ വിടൂ. ബിക്കോസ് ഐ എം യുവർ ബോസ്. പിന്നെ ഞാൻ ഏത് പാതിരാത്രി വിളിച്ചാലും താൻ എന്റെ അടുത്തേക്ക് എത്തിയിരിക്കണം. അത് തന്റെ ഉത്തരവാദിത്തമാണ്. ബിക്കോസ് യു ആർ മൈ പേഴ്സണൽ അസിസ്റ്റന്റ്. ചെയർമാൻ അറിയാം, MD-ക്ക് അറിയാം എന്ന് ഞൊണ്ട് ന്യായം കൊണ്ട് എന്റെ അടുത്തേക്ക് വരണ്ട. അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഇവിടെ ഇപ്പോ ഇൻചാർജ് അവർക്കല്ല, എനിക്കാ. ഐ എം യുവർ ബോസ്, യു ആർ മൈ അസിസ്റ്റന്റ്. ഞാൻ പറയുന്നത് ചെയ്യുന്നതാണ് തനിക്ക് നല്ലത്. അതാണ് തന്റെ ഡ്യൂട്ടി. തനിക്കിപ്പോ പോകാം. ഞാൻ തന്റെ PA ആയിപ്പോടാ. എനിക്ക് ചെയ്തല്ലേ പറ്റൂ. കണ്ടോടോ, ചപ്പാത്തി പരത്തുന്നവരെ പരത്തിട്ട് ഞാൻ എന്നെ ഒട്ടിക്കുന്ന ടൈമുണ്ട്. ഹാസർ എനിക്കും കിട്ടും. നിങ്ങളുടെ ജോബിന് പോകണ്ടേന്നൊന്നും ലിയോണ് പറഞ്ഞിട്ടില്ലല്ലോ. ഓഫീസ് ഡ്യൂട്ടി കഴിയുന്നതിന് മുൻപുള്ള പോക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ചാനലിലേക്ക് ഇത്ര ലേറ്റ് ആയി ചെന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാകില്ല. നീ ബൊഹയ്ക്കും വൈവയ്ക്കും വിളിച്ച് ചോദിച്ചു നോക്കും. എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ വട്ട് പിടിക്കുന്നുണ്ട്. ഏത് നേരത്താണാവോ? ലീ, ഇന്ന് നിന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്, മറക്കണ്ട. നിന്നെ പ്രത്യേകം അവിടെ ക്ഷണിച്ചിട്ടുണ്ട്. സർ, ഇന്നത്തെ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഓഫീസിലെ എല്ലാ സ്റ്റാഫ്സും അടങ്ങി പോവുകയാണ്. ഇനി ഞാൻ ഇവിടുന്ന് പോകുന്നതിൽ നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല, തനിക്ക് പോകാം. എനിക്കിന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. എനിക്ക് അത് അറ്റൻഡ് ചെയ്യണം. ആ സമയത്ത് ഞാൻ വിളിക്കുമ്പോ താൻ എന്റെ കൂടെ വന്നാൽ മതി. ഇപ്പൊ തനിക്ക് വീട്ടിലോട്ട് പോകാം. സർ, നിങ്ങൾക്ക് ബർത്ത്ഡേ പാർട്ടി അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ പോകണം. അതിനെന്തിനാ എന്നെ വിളിക്കുന്നേ? എനിക്ക് ആ വക ഫംഗ്ഷൻ ഒന്നും പങ്കെടുക്കാൻ താല്പര്യമില്ല. എനിക്ക് വേറെ പണിയുണ്ട്. പിന്നെ ഇവന്റെയൊക്കെ കൂടെ ബർത്ത്ഡേ പാർട്ടി പങ്കെടുത്താലും മതി. ഉള്ള ഗേൾഫ്രണ്ട്സ് പിന്നെ ഞങ്ങളെ പറ്റിയാക്കും അടുത്ത ദിവസം. അതിന് വേറെ ആളെ നോക്ക്. ഇല്ലെങ്കിൽ അതിൽ കിട്ടില്ല. ഞാൻ നിന്റെ ബോസാണ്. ഞാൻ പറയുന്നത് അനുസരിക്കേണ്ടത് നിന്റെ ഡ്യൂട്ടി. ഞാൻ വിളിക്കുമ്പോ പറഞ്ഞ സ്ഥലത്തേക്ക് പറഞ്ഞ സമയത്ത് എത്തിയിരിക്കണം. ഇറ്റ്സ് മൈ ഓർഡർ. ഒരു ലിയോ വന്നിരിക്കുന്നു. അവൻ ആരെയെന്ന് അവന്റെ വിചാരം? അവൻ വിളിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞ സമയത്ത് പറഞ്ഞത്ര ചെല്ലണത്ര. ഓപ്പു ഇല്ലെങ്കിൽ അവൻ എന്നെ മൂക്കി വിളിച്ചേറ്റോ? ഇനിയിപ്പോ എങ്ങനെ ചാനലിലേക്കോ? ഈ കോപ്പാണെങ്കിൽ എപ്പോ വിളിക്കും, എങ്ങനെ വിളിക്കും ഒന്നും പറയാനും പറ്റില്ല. ലീ, ഞാൻ ഒന്നും പറയാതെ തന്നെ എനിക്ക് എന്താ നിന്നോട് ചോദിക്കാനുള്ളതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പൊന്നുമോനും പറഞ്ഞേ. ലക്കി എന്തിനാണ് ലിൻഡിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് കൊണ്ടുപോകുന്നത്? അതിന്റെ ആവശ്യം എന്താ? എന്റെ ഉദ്ദേശം എന്താ? ഇതൊക്കെയല്ലേ നിനക്ക് അറിയേണ്ടത്. ഒരു അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും എന്തൊക്കെ കാണേണ്ടി വരുമെന്നും അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഞാൻ അവളെ നമ്മുടെ ഈ കൂടെ കൊണ്ടുപോകുന്നത്. അവൾ എന്റെ അസിസ്റ്റന്റ് ആകുമ്പോ എന്റെ കൂടെ തന്നെ എപ്പോഴും വേണ്ടേ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ? ഞാൻ കരുതി അവൾ ഇന്നലത്തെ പോലെ യുയാങ്ങിന്റെ കൂടെ കറങ്ങാനെങ്ങാനും പോകുന്നത് കാണേണ്ടി വരുമെന്ന് കരുതി നീ അവളെ കൂടി കൊണ്ടുപോകുന്നു. സോറി, ദാറ്റ്സ് വാസ് മൈ മിസ്റ്റേക്ക്. എന്തായാലും നിന്റെ മനസ്സിൽ കാണുന്നത് പോലെ തന്നെ എല്ലാം നടക്കട്ടെ. ഞാൻ ഇറങ്ങാൻ പോവാ, നീ വരുന്നുണ്ടേലോ? വാ. ലുഹാൻ, നിന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞു. ലുഹാൻ, ലക്കി നീ വന്നോ? നിന്നെ കാണാതിരുന്നപ്പോ ഞാൻ കരുതി നീ ഇന്ന് എന്തായാലും വരൂല. എന്താടി ഒരു ഉഷാറ് പറഞ്ഞു. എന്ത് പറ്റി? എന്ത് പറ്റി ലക്കി? നീ ഓക്കെ അല്ലേ?
അതോ എപ്പോ വേണേലും എനിക്ക് ആ ലിയോണിന്റെ കോള് വരും. ഏതോ ബർത്ത്ഡേ പാർട്ടിയോ എന്തോ പങ്കെടുക്കാൻ പോണെന്ന് പറയുന്നുണ്ട്. ബർത്ത്ഡേ പാർട്ടിയോ? ആരുടെ ബർത്ത്ഡേ പാർട്ടി? ആവോ എനിക്കറിയില്ല. ഞാൻ അവന്റെ അസിസ്റ്റന്റ് ആയതുകൊണ്ട് ഞാൻ അവന്റെ പിന്നാലെ വാലാട്ടി ചെല്ലണം അത്രേ. എന്റെ ഒരു തലവിധി. അതെന്താണ് നന്നായി. അവനെ കുറിച്ചുള്ള എക്സ്ക്ലൂസീവ് ന്യൂസ് ഒക്കെ എനിക്ക് കറക്റ്റ് ടൈമിൽ കിട്ടുമല്ലോ. ഇന്നെന്തായാലും അവന്റെ അടുത്ത ഗേൾഫ്രണ്ടിനെ പ്രത്യക്ഷപ്പെടാനുള്ള ഒരു സ്കോപ്പും ഞാൻ കാണുന്നുണ്ട്. നീ ആരും അറിയാതെ അതൊക്കെ ക്യാപ്ചർ ചെയ്ത് എന്റെ ഫോണിലേക്ക് അയച്ചാൽ മതി. എന്ത് പറയുന്നു? നീ എന്തായാലും ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറയുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? എന്തായാലും അവന്റെ കൂടെ പോസ്റ്റ് ആവാൻ വേണ്ടിയല്ലേ നീ അങ്ങേക്ക് പോകുന്നത്? അക്കൂട്ടത്തിലെ ചാനലിലെ വർക്കും കൂടി നോക്കിക്കൂടെ? എന്ന് കരുതി ഇമാതിരി ചീപ്പ് ന്യൂസ് ഒക്കെ ഞാൻ കവർ ചെയ്യണോ? അതും ആ ലിയോണിന്റെ ആ ലിയോണ് വിളിച്ചതാ. 10 മിനിറ്റിന് അവൾ പറഞ്ഞ സ്ഥലത്ത് എത്തണം പോലും. ഞാൻ എങ്ങനെ പോവാനോ? ലക്കി, ബി കെയർഫുൾ. ലിയോണിനെ ചുറ്റിപ്പറ്റി അവിടെ ഒരുപാട് ക്യാമറസ് ഉണ്ടാകും. അവന്റെ കൂടെ നിന്റെ ആ നടത്തം ഒടുക്ക അവസാനം നീ അവന്റെ ഗേൾഫ്രണ്ടായി ചെന്ന് നിൽക്കരുത്. അതുകൊണ്ട് കഴിയും വിധം നീ നിന്റെ മുഖം കവർ ചെയ്തിട്ട് വേണം അവന്റെ കൂടെ പോകാൻ. ഓക്കെ? ശരി, ഓക്കെ ബഹാർ. എന്നാ പിന്നെ ഞാൻ പെട്ടെന്ന് പോകട്ടെ. നിനക്കെന്താ ലക്കിയുടെ കാര്യത്തിൽ ഇത്ര കൺസേൺ? നിനക്ക് അവളോട് വല്ല അറ്റാച്ച്മെന്റും? താൻ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്കപ്പോഴേ നിന്റെയും യുയാങ്ങിന്റെയും കാര്യത്തിൽ ഒരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ലക്കിയോട് എന്തോ സംതിങ് ഇല്ലെന്ന്. യുയാങ്ങിലുള്ള എന്റെ ഡൗട്ട് ഇന്നലത്തോടെ തീർന്നെങ്കിലും നിന്നിലുള്ള ഡൗട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കൺഫേം ആയി. എന്നിട്ട് എപ്പോഴാ നീ അവളോട് പറയാൻ പോകുന്നത്? എത്രയും പെട്ടെന്ന് തന്നെ. അതിന് പറ്റിയ സാഹചര്യം വന്നാൽ ഞാൻ ഉറപ്പായിട്ട് അവളോട് എന്റെ ഇഷ്ടം തുറന്നു പറയും. 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ് തനിക്ക് വേണം. സമയത്തിന് തനിക്ക് ഒരു വാല്യൂ ഇല്ലേ? അത് പിന്നെ ട്രാഫിക്, അതാണ് ലേറ്റ് ആയത്. ഇങ്ങോട്ടാ പോകണ്ടേന്ന് ഞാൻ പറയാം. വണ്ടി എടുക്ക്. ഞാനോ? എന്താ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അതോ തനിക്ക് ഡ്രൈവിംഗ് അറിയില്ലേ? അറിയാം, ഞാൻ എടുക്കാം. ഹലോ, ആലോചിച്ചു കഴിഞ്ഞോ? താൻ ഇന്നെങ്ങാനും കാർ എടുക്കോടോ? Can you both be silent? എനിക്ക് എന്റെ വർക്കിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ പ്ലീസ്. സത്യത്തില് ഇതാരുടെ ബർത്ത്ഡേ പാർട്ടിയാ ഇവിടെ നടക്കുന്നത് രോഹാൻ? ഈ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു തീയിലെ അവളുടെ ബർത്ത്ഡേ പാർട്ടിയാണ് ലിൻഡയുടെ. അവളും ലിയോണും അല്ല സാറും അവളും തമ്മിൽ എന്താ ബന്ധം? അവളവന്റെ എക്സ് ഗേൾഫ്രണ്ട് ആണ്. അത് എത്രാമത്തേതാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്. അതൊന്നും എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. ആർക്കറിയാം? ബെസ്റ്റ്. എക്സ് ഗേൾഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിട്ട് എക്സിന്റെ ഇപ്പോഴത്തെ ബോയ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. കാലം പോയ പോക്കേ. ഇവനെ കൊണ്ട് എങ്ങനെ ഇതിനൊക്കെ സാധിക്കുന്നത്? താൻ എന്താ ലക്കി ആലോചിക്കുന്നത്? ലൈക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മുഖമൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് കണ്ടിട്ട് ചോദിച്ചതാണ്.
ലിയോയുടെ കൂടെ താൻ നടക്കുന്നത് കണ്ടാൽ അടുത്ത ഗോസ്പി കോളത്തിൽ തന്റെ പേരും പതിയുമെന്ന് പേടി തനിക്ക് നല്ലോണം ഉണ്ടല്ലേ? ലക്കി, നിങ്ങളിപ്പോ എവിടെയുള്ളത്? ലിയോണിന്റെ എക്സ് ഗേൾഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിയിലാണോ? അല്ല, ഇതെങ്ങനെ നീ അറിഞ്ഞു ഞാനിവിടെയുള്ള കാര്യം? ഇതൊക്കെ ഞാൻ അറിഞ്ഞു മോളെ. ലക്കി, കഴിവതും അവനിൽ നിന്നും കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നടന്നേക്ക്. മിക്കവാറും നീയും ക്യാമറ വന്ന് പതിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ പറ്റിയാൽ നിന്റെ ഭാഗത്തു നിന്നും അവനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഫോട്ടോ വീഡിയോസ് എടുക്കുവാണെങ്കിൽ എനിക്ക് അപ്പ അയച്ചു തരണം. ഡോണ്ട് ഫോർഗെറ്റ്, ഓക്കെ? ഓക്കെ. ശരിയെന്നാ, ഞാൻ വെക്കുക. ഹലോ ബേബി ഗേൾ, ഷാൽ വി ഡാൻസ്? നോ, ഐ എം സോറി. താൻ എന്നെ കൂടോ, ഇവിടെ നിൽക്കണ്ട. തനിക്കാകെ ബോറടിച്ച് കാണുമല്ലേ? ലക്കി ഇന്ത്യയിൽ നിന്നും വന്നതാണല്ലേ? തന്റെ ബയോഡാറ്റ ഞാൻ കണ്ടിരുന്നു. അവനങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ആൾക്ക് എന്നെ പറ്റി അറിയാൻ നല്ലൊരു കൗതുകം ഉണ്ടെന്ന്. ഞാൻ നിന്റെ അവസ്ഥയും ഇവിടെ എത്താനുള്ള കാരണമൊക്കെ പറഞ്ഞപ്പോ എല്ലാരും പറയുന്നത് പോലെ ചേച്ചി ഒരിക്കൽ എന്നെ കാണുമെന്നും എല്ലാം ശരിയാകുമെന്നും ഒരു കോൺഫിഡൻസ് വന്നതോടെ ഞാൻ അവനെ നോക്കിയൊന്ന് ചിരിച്ചു. അപ്പോഴായിരുന്നു ഇന്റർനാഷണൽ പ്ലേ ബോയുടെ അടുത്തേക്ക് എന്റെ നോട്ടം പതിയെ പതിഞ്ഞത്. അവൻ ആ പെൺപടയിൽ നിന്നും മാറി ഏതോ ഒരുത്തിയുടെ കൂടെ എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ ലുഹാനോട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ എണീച്ചിട്ട് രണ്ടുപേരുടെയും ഫോട്ടോ ആരും കാണാതെ എടുത്തു. അപ്പൊ തന്നെ എന്നെ അവിടുന്ന് ലിയോൺ ശ്രദ്ധിച്ചതും ഞാൻ വേഗം ഫോൺ പോക്കറ്റിലേക്ക് ഇട്ട് അവർ പോലും കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അപ്പൊ ലിയോൺ എന്നെ അടുത്തേക്ക് മാടി വിളിച്ചുകൊണ്ട് അവൻ അവന്റെ ഫോൺ എന്നിലേക്ക് നീട്ടി. ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ഫോട്ടോ എടുക്ക്. ലിയോൺ, ഇവിടെ ആരാ? നിന്റെ ഗേൾഫ്രണ്ട് മറ്റുവാണോ? Oh, no way. She's my peer. അതല്ലാണ്ട് ഗേൾഫ്രണ്ട് ഒന്നുമല്ല.